എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ബ്രൂണോയിൽ ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ് ജാവാസ്ക്രിപ്റ്റ് ലാംഗ്വേജിൽ ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ ഒരു പർട്ടിക്കുലർ ലിങ്കിനകത്ത് ബ്രൂണോയിൽ സ്ക്രിപ്റ്റ് ജാവാസ്ക്രിപ്റ്റ് ലാംഗ്വേജിൽ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആ ലിങ്ക് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്ന സെക്ഷനകത്ത് ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ് ജാവാസ്ക്രിപ്റ്റ് ലാംഗ്വേജിൽ ബ്രൂണോയിൽ ആഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വായിച്ച് നോക്കുക. അതുപോലെ എക്സാമ്പിൾ 2 ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാറ്റസ് കോഡ് ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ ടോക്കൺ എന്ന വാല്യൂവിൻ്റെ ഡേറ്റ ടൈപ്പ് സ്ട്രിംഗ് ആണോ ചെക്ക് ചെയ്യാനുള്ള 2 എക്സാമ്പിളാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ APIയുടെ വർക്കിംഗ് അനുസരിച്ച് നമുക്ക് ടെസ്റ്റ് കേസുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഓൾറെഡി ബ്രൂണോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഹിറ്റ് ചെയ്യാൻ പോകുന്ന റിക്വസ്റ്റ് എന്ന APIയിലെ ക്രിയേറ്റ് യൂസർ എന്ന പർട്ടിക്കുലർ റിക്വസ്റ്റ് ആണ്. ഇതൊരു പോസ്റ്റ് റിക്വസ്റ്റ് ആണ്. ഞാൻ ഒരു പേലോഡ് പാസ് ചെയ്യുന്നുണ്ട്. നെയിം മോർഫെസ് ജോബ് ലീഡർ എന്നുള്ള പേലോഡ് ആണ് പാസ് ചെയ്യുന്നത്. ഞാൻ ടെസ്റ്റ് സ്ക്രിപ്റ്റ് ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പർട്ടിക്കുലർ ടെസ്റ്റ് എന്ന ടാബിനകത്താണ് ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ് ആഡ് ചെയ്യുന്നത്. ഇതിനകത്ത് 4 ടെസ്റ്റ് സ്ക്രിപ്റ്റ് ആണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഓരോന്നും എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തെ ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത് സ്റ്റാറ്റസ് കോഡ് 201 ആണോ വരുന്നതെന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ പാസ് ചെയ്യുന്ന ബോഡിയിലെ നെയിം എന്ന കീയുടെ വാല്യൂ സ്ട്രിംഗ് ഡേറ്റ ടൈപ്പ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. മൂന്നാമത്തെ ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ പാസ് ചെയ്യുന്ന പേലോഡ് അല്ലെങ്കിൽ ബോഡിയിലെ നെയിം എന്ന കീയുടെ വാല്യൂ മോർഫെസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് മൂന്നാമത്തെ ടെസ്റ്റ് കേസ്. നാലാമത്തെ ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പർട്ടിക്കുലർ റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ 201 എന്നതിൻ്റെ ഒപ്പം തന്നെ സ്റ്റാറ്റസ് ടെക്സ്റ്റ് കൂടെ ഡിസ്പ്ലേ ആകും. അപ്പം അതിൻ്റെ വാല്യൂ ക്രിയേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ടെസ്റ്റ് കേസാണ് നാലാമത്തെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അസേർഷൻസ് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൂടെ ഞാൻ ഈ വീഡിയോ ലിങ്കിൽ ഇടാം. അപ്പം ഇടയ്ക്കുന്ന ഒരു പർട്ടിക്കുലർ വീഡിയോ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരികയില്ല. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് ഫസ്റ്റ് പാർട്ട് തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഞാനിവിടെ assert എന്ന ടാബിലെ എല്ലാ അസേർഷൻസും ഡിസേബിൾ ചെയ്തിരിക്കുകയാണ്. അതായത് ഞാൻ അൺചെക്ക് ചെയ്തു. അതുകൊണ്ട് അസേർഷൻസ് ഈ റിക്വസ്റ്റ് റൺ ചെയ്യുമ്പോൾ എഫക്റ്റീവായിട്ട് വരില്ല. ടെസ്റ്റ് കേസുകൾ മാത്രമായിരിക്കും എക്സിക്യൂട്ട് ആകാൻ പോകുന്നത്. ഇനി ഞാൻ ഈ റിക്വസ്റ്റ് സെൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ ടെസ്റ്റ് എന്ന ടാബിൽ ഗ്രീൻ കളറിലെ 4 എന്നൊരു കൗണ്ട് കാണിച്ചിരിക്കുന്നത്. അതായത് 4 ടെസ്റ്റ് കേസ് ഉണ്ട്, 4ഉം പാസ്സായി. ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് പാസ്ഡ് ഫോർ ഫെയിൽഡ് 0. ഞാൻ ഈ പർട്ടിക്കുലർ റിക്വസ്റ്റിൻ്റെ കേസിൽ ആഡ് ചെയ്തിരിക്കുന്ന ഈ 4 ടെസ്റ്റ് കേസുകളും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ APIയുടെ വർക്കിംഗ് അനുസരിച്ച് ചേഞ്ചസ് മാത്രം വരുത്തിയാൽ മതി. ഇനി ഞാൻ ഇൻറ്റൻഷനലി 2 ടെസ്റ്റ് കേസുകൾ ഫെയിൽ ആക്കുവാണ്. അപ്പോൾ ഫെയിൽ ആക്കിയ ശേഷം റൺ ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട് നോക്കാം. ക്രിയേറ്റിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു S കൂടി ഞാൻ ആഡ് ചെയ്തു. അതിനുശേഷം റിക്വസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടി Ctrl+S എന്ന ഷോർട്ട് കട്ട് യൂസ് ചെയ്തു. ഇനി ഞാൻ വീണ്ടും റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാം ടെസ്റ്റ് എന്ന ടാബിൽ റെഡ് കളറിൽ കൗണ്ട് 2 എന്ന് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം 2 ടെസ്റ്റ് കേസ് ഫെയിലായി എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു സമ്മറി പോലെ ടോട്ടൽ 4 ടെസ്റ്റ് കേസ് ഉണ്ട്. പാസ്ഡ് 2, ഫെയിൽഡ് 2. ഏതൊക്കെ ടെസ്റ്റ് കേസുകളാണ് ഫെയിൽ ആയെന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. സ്റ്റാറ്റസ് കോഡ് ടെസ്റ്റ്, അതായത് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ടെസ്റ്റിൻ്റെ പേരാണ് ഇവിടെ വരുന്നത്. അതുപോലെ സ്റ്റാറ്റസ് ടെക്സ്റ്റ് ചെക്കും ഫെയിലായി, നമ്മൾ ഇനിഷ്യലി ഫെയിൽ ചെയ്യിപ്പിച്ചാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് കേസുകൾ ആഡ് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ ടെസ്റ്റ് കേസ് എന്താണ് ചെക്ക് ചെയ്യുന്നത് മീനിങ് ആയിട്ടുള്ള ടെസ്റ്റ് നെയിം കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ടെസ്റ്റ് കേസ് എന്താണ് ചെയ്യുന്നത് മനസ്സിലാവും. ഇങ്ങനെയാണ് ബ്രൂണോയിൽ ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ് ജാവാസ്ക്രിപ്റ്റ് ലാംഗ്വേജിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.